നമസ്കാരം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോടുകൂടി ബി.ജെ.പി. അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിരുന്നു. വികസനവും മോദി ഗ്യാരണ്ടിയും ഒന്നും മിണ്ടാതെ വർഗീയപരമായ പരാമർശങ്ങൾ നടത്താൻ ബി.ജെ.പിക്ക് നേതൃത്വം നൽകിയതാവട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. അംബേദ്കർ കൊണ്ടുവന്ന സംവരണം ഒരു സമുദായത്തിന് വേണ്ടി കോൺഗ്രസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള പുതിയ ആരോപണം കൂടി മോദി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ യു.പിയിൽ ശരീഅത്ത് നിയമമാകും നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പരാമർശം ഉയർത്തിയിരുന്നു. പൗരത്വ നിയമം റദ്ദാക്കുമെന്നുള്ള കോൺഗ്രസിന്റെ വാഗ്ദാനം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന പരാമർശവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കളം നിറഞ്ഞിരുന്നു. എന്തായാലും എന്തുകൊണ്ടാണ് ബി.ജെ.പി. പൊടുന്നനെ പ്രചരണ തന്ത്രത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവന്നത് എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബി.ജെ.പി. ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഉത്തർപ്രദേശിൽ രജപുത്രർ, സൈനി, ലോധി തുടങ്ങിയ വിഭാഗങ്ങൾ പാർട്ടിക്കെതിരെ പരസ്യമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഈ വെല്ലുവിളി മറികടക്കണമെങ്കിൽ അതിന് വർഗീയ പരാമർശങ്ങൾ കൂടിയേ തീരൂ എന്നുള്ള തിരിച്ചറിവ് ബി.ജെ.പിക്കുണ്ട്. കാരണം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ബി.ജെ.പി. പ്രതീക്ഷ വെച്ച പടിഞ്ഞാറൻ യു.പിയിലും മറ്റും വോട്ടിംഗ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഹാർ, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 2019 അപേക്ഷിച്ച് പോളിംഗിൽ ഗണ്യമായ കുറവുണ്ടായി. ഉത്തരാഖണ്ഡിൽ 2019 61.48% ഉണ്ടായിരുന്നത് ഇത്തവണ 55.89% കുറഞ്ഞിട്ടുണ്ടായിരുന്നു. രാമക്ഷേത്ര വിഷയം ഒന്നാം ഘട്ടത്തിൽ സജീവമായിരുന്നു എങ്കിൽ പോലും വോട്ടർമാരെ ഇളക്കി മറിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ വർഗീയ പരാമർശങ്ങൾ വേണമെന്നുള്ള തിരിച്ചറിവ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഹിന്ദി ഹൃദയഭൂമിയിൽ മുൻ തെരഞ്ഞെടുപ്പുകളിലും ഇതേ തന്ത്രം പയറ്റി ബി.ജെ.പി. വിജയിച്ചു കയറിയിട്ടുമുണ്ട്. ഇതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ പൊടുന്നനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.